ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളൊക്കെ നമ്മുടെ നഖങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് ശരി തന്നെയാണ്. നമ്മുടെ കൈക്ക് ഭംഗി കൂട്ടാൻ നമ്മുടെ നഖങ്ങൾ എന്തെങ്കിലും കളർഫുള്ളായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടി തോന്നിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നെയിൽ പോളിഷുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പണ്ട് കാലത്ത് ഒരേ കളറൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് മൾട്ടി കളറിലേക്ക് തിരിഞ്ഞു. പിന്നെ ഗ്ലിറ്റേഴ്സ് ഉള്ളതായി, പിന്നെ നെയിൽ ആർട്ട് തന്നെ വന്നു, അതിൽ നെയിൽ എക്സ്റ്റൻഷന്, അപ്പോൾ UV റേസ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെ പലതരത്തിലത് അഡ്വാൻസ്ഡായി. അപ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ അത് സേഫ് അല്ലാത്തതായിരിക്കും. അതായത് നല്ല ബ്രാൻഡഡായിട്ടുള്ള സേഫായി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയില്ല. അപ്പം ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സാധാരണ ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു സിമ്പിൾ നെയിൽ പോളിഷ് ഉപയോഗിച്ചാൽ അത് സ്കിൻ ക്യാൻസറിന് കാരണമാകുമെന്ന് ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതിനോടൊപ്പം തന്നെ വിട്ടുമാറാത്ത തലവേദന, മനം പുരട്ടൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് ഇത് സൈഡ് എഫക്റ്റ് സൃഷ്ടിക്കുന്നു. അതായത് ഗ്യാസ്ട്രിക് സിംറ്റംസ് ഉണ്ടാക്കുന്നു, റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ടാക്കുന്നു, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ പലതരത്തിൽ സിൻഡ്രോംസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു വിട്ടുമാറാത്ത തലവേദന വരുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഈ പോളിഷ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമുക്ക് വിട്ടുവിട്ട് ആസ്മാറ്റിക് ടെൻഡൻസി ഉള്ളവർക്ക് ആസ്മ വന്നുകൊണ്ടിരിക്കുന്നു, അലർജി വരുന്നു, റെക്കറൻറ്റ് കഫ് വരുന്നു, അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വരുന്നു. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതേയില്ല നമ്മൾ ഈ ഫ്രീക്വൻ്റായിട്ട് പോളിഷ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് സേഫായിട്ട് എങ്ങനെ ചെയ്യാമെന്നും നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. അപ്പോൾ നമ്മുടെ വിഷയം നെയിൽ പോളിഷാണ്. അപ്പോൾ നെയിൽ പോളിഷിൻ്റെ കണ്ടിന്യൂസ് യൂസേജ് മൂലം നമ്മുടെ നെയിൽ ബ്രിട്ടിലാകാനും പൊടിഞ്ഞു പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതായത് ഫംഗസും ബാക്ടീരിയയൊക്കെ എൻട്രി ചെയ്യാതെ ഒരു ബാരിയറായിട്ടാണ് നെയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നെയിൽ പൊടിഞ്ഞു പോയി കഴിയുമ്പോൾ ഈസി ആയിട്ട് ഇത്തരം ഓർഗാൻസ് ഇതിന് അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. നമുക്ക് അത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ സാധാരണ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അതിൽ ടോക്സിൻസ് ഇല്ലാത്തത് വേണം സെലക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മെയിനായിട്ടും ഫോർമാൽഡിഹൈഡ് അടങ്ങിയിട്ടുള്ള പോളിഷ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ഫോർമാൽഡിഹൈഡ് ഒരു വെൽ നോൺ കാർസിനോജനാണ്. അപ്പോൾ അതൊരു ക്യാൻസർ ടെൻഡൻസി ഉണ്ടാക്കാൻ കാരണമാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് DBP കണ്ടൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഡൈബ്യൂട്ടൈൽ തലേറ്റ്സ്. ഇത് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ടാക്കുന്നു, തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. പിന്നെയുള്ള ടുലിൻ എന്ന് പറയുന്ന കണ്ടൻ്റാണ്. അപ്പോൾ അതും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, ഐ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, നെർവസ് പ്രോബ്ലംസ്, അതായത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാംഫർ കണ്ടൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ക്യാംഫർ കണ്ടൻ്റ് ഉള്ള പോളിഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിലിന് ചെറിയൊരു ലൈറ്റ് യെല്ലോയിഷ് കളറ് വരാൻ തുടങ്ങും. ആ ചെറിയ ലൈറ്റ് പിങ്ക് മാറിയിട്ട് ഈ ഒരു യെല്ലോയിഷ് കളറിലേക്ക് നീങ്ങുന്നത് ക്യാംഫർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈലീൻ കണ്ടൻറ്റ് ഉണ്ടോയെന്നാണ്. അത് നമ്മുടെ കണ്ണിന് കേടാണ്, അതുപോലെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, റെസ്പിറേറ്ററി ട്രാക്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് പെട്ടെന്നാണ് അബ്സോർബ് ചെയ്യുന്നതും, അതും കാർസിനോജനിക്കാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ലെഡിൻ്റെ അംശമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ലെഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യും. അതായത് എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്ത ശേഷം അത്തരം സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് വളരെ ഹാംഫുള്ളായിത്തീരുന്നു. അത് കിഡ്നിക്കും വളരെയധികം ഡാമേജ് ഉണ്ടാക്കും ലെഡിൻ്റെ അംശം. അതുപോലെ നമ്മൾ ക്യൂടെക്സ് റിമൂവർ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അസറ്റോൺ ഫ്രീ ആയിട്ടുള്ള റിമൂവർ സെലക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിസിനൽ ആൽക്കഹോൾ സെലക്ട് ചെയ്യാം. എത്തനോള്, അതുപോലെ തന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോള്, ഡീനാച്ചുറൽ എത്തനോള് ഒക്കെ വാങ്ങി ഉപയോഗിക്കാം. അപ്പം ഇത് വാങ്ങിയിട്ട് നമുക്ക് കോട്ടൺ ബോളിൽ ഇത് മുക്കിയിട്ട് നമ്മുടെ നെയിലിലേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതപ്പം നമ്മുടെ നെയിൽ ബ്രിട്ടിലായി പോവുകയില്ല.
അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ കണ്ടിന്യൂസ് യൂസേജ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ നെയിൽ പോളിഷ് ആയാലും കണ്ടിന്യൂസ്ലി എത്ര സേഫായിട്ടായാലും ഉപയോഗിക്കുമ്പോൾ വല്ലപ്പോഴുമൊക്കെ ഫങ്ഷനോ ഒക്കെ ഉപയോഗിക്കുക. ഇനി നമുക്ക് സേഫായിട്ട് എങ്ങനെ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്യുന്നത് മൈലാഞ്ചി അരച്ച് നമ്മുടെ നഖങ്ങളിലിട്ടിരുന്നു. അപ്പോൾ അത് പല കുഴി നഖം വരുമ്പോൾ അവരിട്ടിരുന്നു, പിന്നെ നഖം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടിരുന്നു. ശരിക്കും ഏറ്റവും നല്ലത് അതുതന്നെയാണ്. കണ്ടില്ലേ, ഇതേപോലെ മൈലാഞ്ചി ഉപയോഗിക്കുക. ഞാനും നെയിൽ പോളിഷ് ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും പറ്റുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലെ മൈലാഞ്ചി അരച്ച് ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിങ് സേഫായിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല എങ്കിലും പറ്റുന്നവരൊക്കെ അത് ചെയ്യാൻ നോക്കുക. അപ്പം മൈലാഞ്ചിയുടെ കുറേ ഗുണങ്ങളുണ്ട്, അത് നമുക്ക് കിട്ടുകയും സ്കിന്നിന് നല്ലതാണ്. പിന്നെ തന്നെയല്ല, ഒരു മൈലാഞ്ചി ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ അതൊരു അലങ്കാര ചെടിയായിട്ട് നിൽക്കും. അതുപോലെ എണ്ണ കാച്ചാൻ നല്ലതാണ്, അതിന് വേറെ കുറേ ഔഷധ ഗുണങ്ങളുണ്ട്, സ്കിൻ ഡിസീസിന് നല്ലതാണ്. പിന്നെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഇതുപോലെ മൈലാഞ്ചി അരച്ച് നഖങ്ങളിൽ പുരട്ടുകയും ചെയ്യാം. അപ്പം നമ്മൾ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ ടോക്സിൻസ് ഇല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള പോളിഷ് സെലക്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇപ്പം മാർക്കറ്റിൽ അങ്ങനെയുള്ള പോളിഷുകൾ അവൈലബിൾ ആണ്. അതായത് 3 ഫ്രീ, 5 ഫ്രീ, 7 ഫ്രീ, 10 ഫ്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് അവർ കൊടുത്തിരിക്കും. അപ്പോൾ അതായത് നമ്മൾ 3 ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഫോർമാൽഡിഹൈഡ് കാണില്ല, അതുപോലെ തന്നെ DBP കാണില്ല, ടുളീൻ കാണില്ല, ക്യാംഫർ കാണില്ല. അങ്ങനെ ഇത് വെച്ചാണ് ഈ 3 ഫ്രീ, 5 ഫ്രീ അവർ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം വായിച്ചു നോക്കിയ ശേഷം ഇത്തരത്തിലുള്ള ഓർഗാനിക് പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് പ്രത്യേകം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് യൂസേജ് അല്ലാതെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലാതെയുള്ള ഒക്കേഷനിലോ ഒക്കെ ഇത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പം തീർച്ചയായിട്ടും കണ്ടിന്യൂസ് യൂസേജ് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആയാലും അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ചത് നമ്മുടെ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ ലോക്കലി ബ്രാൻഡഡ് അല്ലാത്ത പല സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഈ ക്യൂടെക്സും ഇതുപോലെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുണ്ടാക്കുന്ന ഡാമേജ് വളരെയധികം. നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു, അപ്പോൾ ഏതോ ഒരു ഫേസ് ക്രീം ഉപയോഗിച്ചത് കൊണ്ട് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായി, അത് ഡയാലിസിസൊക്കെ ചെയ്യേണ്ടി വന്നു. അന്ന് അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് നമ്മുടെ ഹെൽത്തിന് എഗനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും മാർക്കറ്റിൽ കാണുന്ന ഒരുപാട് വിശ്വസിക്കാൻ പറ്റാത്ത ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അത്തരക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഡാമേജസാണ് അത് നമുക്ക് നൽകുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണോ അത് ഉപയോഗിക്കുന്നതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ, അത് നെയിൽ പോളിഷ് എന്നല്ല, ഫേസ് ക്രീം ആയാലും എന്തായാലും നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറത്തെഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അറിയണം. എല്ലാം അറിഞ്ഞിട്ട് വേണം ഇത് വാങ്ങി ഉപയോഗിക്കാൻ. എന്തുകൊണ്ടും വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങി വേണം നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.